അസ്സലാമു അലൈക്കും. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരുടെ തിന്മകൾ അവരിൽ നിന്ന് നാം മായ്ച്ചു കളയുക തന്നെ ചെയ്യും. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ ഏറ്റവും നല്ലതിനുള്ള പ്രതിഫലം അവർക്ക് നൽകുന്നതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ നന്മകൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ തിന്മകൾ അള്ളാഹു മായ്ച്ചു കൊടുക്കുന്ന പറയുന്നത്. 7 പറയുന്നത്, തന്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കാൻ മനുഷ്യരോട് നാം അനുശാസിച്ചിരുന്നു. നിനക്ക് യാതൊരു അറിവുമില്ലാത്ത ഒന്നിനെ എന്നോട് പങ്കു ചേർക്കുവാൻ അവർ മാതാപിതാക്കൾ നിന്നോട് നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടാൽ അവരെ നീ അനുസരിച്ചു പോകരുത്. എൻ്റെ അടുത്തേക്കാണ് നിങ്ങളുടെ മടക്കം. അപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി ഞാൻ നിങ്ങളെ വിവരം അറിയിക്കുന്നതാണ്. നമ്മൾ സൃഷ്ടാവ് നമ്മളെ കാര്യങ്ങൾ അറിയുന്നതാണ്, നമ്മളെ രഹസ്യവും പരസ്യം അറിയുന്നതാണ്. ആ സൃഷ്ടാവ് നമുക്ക് മുന്നിൽ നാളെ ആ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ ചെയ്ത തെറ്റും നമ്മൾ ചെയ്ത ശരിയും. ആ സൃഷ്ടാവിലേക്ക് തന്നെയാണ് നമുക്ക് മടങ്ങാനുള്ളത്. നിങ്ങളുടെ മാതാപിതാക്കൾ ഈ ഒരു കാര്യത്തിൽ മറ്റൊരു സൃഷ്ടാവിനോട് നിങ്ങളെ പങ്കു ചേർക്കാൻ നിർബന്ധിക്കേ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ഒരിക്കലും നിങ്ങളത് സ്വീകരിക്കരുത് അല്ലെങ്കിൽ അനുസരിക്കരുത് എന്നാണ് പറയുന്നത്. എന്നാൽ തൊട്ടുമുൻ അള്ളാഹു പറയുന്നത് തൻ്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കാനാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അതേ അള്ളാഹു തന്നെയാണ് നമ്മളെ മാതാപിതാക്കളോട് ഒരേ ഒരു കാര്യത്തിൽ അനുസരണക്കേട് കാണിക്കാൻ പറയുന്നുള്ളൂ. അത് വേറൊന്നുമല്ല, നമ്മളെ മാതാവിനേക്കാളും വലുതാണ് നമ്മളെ ജീവൻ നിലനിർത്തുന്നത്. നമ്മളെ സൃഷ്ടാവിനെ അംഗീകരിക്കുന്ന കാര്യത്തിൽ ഒരു മാതാപിതാക്കളുടെയും സമ്മതം നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരെ നാം സതൃപ്തരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും. ഇനി അതിൽ 10 പറയുന്നത്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചിലർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ പീഡിപ്പിക്കപ്പെട്ടാൽ ജനങ്ങളുടെ മർദ്ദനത്തെ അള്ളാഹുവിന്റെ ശിക്ഷയെ പോലെ അവർ ഗണിക്കുന്നു. നിന്റെ രക്ഷിതാവിൽ നിന്ന് വല്ല സഹായവും വന്നാൽ സത്യവിശ്വാസികളോട് അവർ പറയും, തീർച്ചയായും ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയായിരിക്കും. ലോകരുടെ ഹൃദയത്തിലുള്ളതിനെ പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനല്ലയോ. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായാലും ഇനി വിശ്വാസം ഇല്ലെങ്കിലും അവന് നിഷേധിച്ചു കഴിഞ്ഞാലും ഒക്കെ അത് അള്ളാഹുവിനെ അറിയാൻ കഴിയുമെന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. ലോകരുടെ ഹൃദയങ്ങളിലുള്ളതിനെ പറ്റി അള്ളാഹു അറിയല്ലോ. ഓരോ ജന്തു ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും അള്ളാഹുവാണ്. എന്നാൽ അവയ്ക്ക് ചുറ്റിലും വലയം ചെയ്യുന്നുണ്ട്, അവിടെ കാര്യങ്ങൾ അറിയുന്നുണ്ട്, അവരുടെ ഹൃദയത്തെ ചലിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സൃഷ്ടാവ് അവരെ പറ്റിയുള്ള അറിവൊക്കെ അവരെ സൃഷ്ടാവിന്റെ കയ്യിലുണ്ട്. ഇനി 11 പറയുന്നത്, വിശ്വസിച്ചിട്ടുള്ളവരാരെന്ന് അള്ളാഹു അറിയുക തന്നെ ചെയ്യും. കപടന്മാരെ അള്ളാഹു അറിയും. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിന് എല്ലാവരുടെ ഹൃദയത്തിലുള്ള കാര്യം അറിയാം. ഇനി അതിൽ 14 പറയുന്നുണ്ട്, നൂഹിനെ നാം അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നയിക്കുകയുണ്ടായി. 50 കൊല്ലം ഒഴിച്ചാൽ 1000 വർഷം തന്നെ അദ്ദേഹം അവർക്കിടയിൽ കഴിച്ചുകൂട്ടി. അങ്ങനെ അവർ അക്രമികളായിരിക്കെ പ്രളയം അവരെ പിടികൂടി. എന്നിട്ട് അതിൽ 16 പറയുന്നത്, ഇബ്രാഹിമിനെയും ഞാൻ അയച്ചു. അദ്ദേഹം തന്റെ ജനതയോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമത്രേ.